أعوذ بالله من الشيطان الرجيم وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. സൂറത്തുൽ കഹ്ഫ് 58-59 ആയത്തുകളാണ്. നിന്റെ റബ്ബ് ധാരാളമായി പുറത്തു കൊടുക്കുന്നവരും കാരുണ്യമുള്ളവരുമാണ്. അവർ ചെയ്തു കൂട്ടുന്ന ദുശ്ചെയ്തികളുടെ പേരിൽ അവരെ പെട്ടെന്ന് തന്നെ പിടികൂടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവൻ അതിവേഗം ശിക്ഷ ഇറക്കുമായിരുന്നു. പക്ഷേ അവർക്കൊരു നിർണിതമായ സമയമുണ്ട്. അതിൽ നിന്ന് ഓടി ഒളിച്ച് രക്ഷപ്പെടുവാൻ ഒരു സ്ഥലവും അവർക്ക് കണ്ടെത്താനാവില്ല. അക്രമവും ധിക്കാരവും അനുവർത്തിച്ചപ്പോൾ അന്നാട്ടുകാരെ നാം നശിപ്പിച്ചു, തകർത്തു കളഞ്ഞു. ഓരോ നാടിൻ്റെയും നാശത്തിന് നാം ഒരു സമയം കൃത്യപ്പെടുത്തി വച്ചിട്ടുണ്ട്. അക്രമികളും ധിക്കാരികളും സമൂഹത്തിൽ പലവിധ കുഴപ്പങ്ങളും നാശങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളൊക്കെ ഇളക്കി വിടുമ്പോൾ എന്തുകൊണ്ട് അവരെ അപ്പോൾ തന്നെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല എന്ന് ചിലരൊക്കെ സംശയിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ. അത്തരം പാപികൾക്ക് അങ്ങേയറ്റം വരെ പുനരാലോചിക്കുവാനും സത്യത്തിലേക്ക് മടങ്ങുവാനും അവസരം കൊടുക്കുകയാണ് അവൻ. അതവൻ്റെ കാരുണ്യത്തിൻ്റെയും ഉദാരതയുടെയും ഭാഗം തന്നെയാണ്. പക്ഷേ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സമയപരിധിയുണ്ട്. അതെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിക്കാൻ ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഭൂമിയിൽ പലയിടത്തും തകർന്നിടിഞ്ഞു കിടക്കുന്ന നാടുകൾ. ചരിത്രത്തിൽ എത്രയെത്ര പ്രബലരായ സമുദായങ്ങളും നാടുകളൊക്കെ നശിച്ച് നാമാവശേഷമായിട്ടുണ്ട്. ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. അള്ളാഹു നിർണയിച്ച ആ അവധി എത്തിയപ്പോഴാണ് അവയൊക്കെ തകർന്നടിഞ്ഞത്. അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ജീവിതം നന്നാക്കി തീർക്കുകയാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.